നോക്കെത്താ ദൂരത്തെ കടലിൻ്റെ ഭംഗിയിൽ തീരത്ത് വന്നണയുന്ന തിരമാലകളുടെ ഇരമ്പവും ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായി കടൽ തീരത്ത് തലയുയർത്തി നിൽക്കുന്നു ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് പള്ളി. 4 നൂറ്റാണ്ടിൻ്റെ ചരിത്രവും പേരും നിലകൊള്ളുന്ന ഈ പുണ്യ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ രൂപതയുടെ ഏറ്റവും പ്രശസ്തിയുള്ള ഫൊറാന പള്ളിയാണ്. വിശുദ്ധ അന്ത്രയോസിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ പ്രത്യേക പ്രതിഷ്ഠിതനായി ഭക്തജനങ്ങളുടെ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. കൊച്ചി നഗരത്തിന് 45 കിലോമീറ്റർ തെക്കും ആലപ്പുഴ പട്ടണത്തിന് 20 കിലോമീറ്റർ വടക്കുമായാണ് അർത്തുങ്കൽ കടലോര പ്രദേശം. കടലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനവുമായി കഴിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളിൽ അധികവും. മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമുണ്ട്. തെങ്ങ് കൃഷിയും ഈ പ്രദേശത്ത് മുഖ്യമായുണ്ട്. നാനാജാതി മതസ്ഥർ ഇടതങ്ങി പാർക്കുന്ന, കടലും കരയും ഇമവയ്ക്കുന്ന പ്രകൃതിസുന്ദരമായ അർത്തുങ്കൽ പ്രദേശവും ദേവാലയവും കേരളത്തിൻ്റെ പുണ്യ തീർത്ഥാടന ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വഴികാട്ടിയാകും വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന വിശ്വാസത്താൽ ദൂരദിക്കുകളിൽ നിന്നുള്ളവർ പോലും ഈ ശരണസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങാറുണ്ട്. വിവിധ രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയും അമ്പെഴുന്നള്ളിക്കുകയും ചെയ്യുക സർവ്വസാധാരണമാണ്. അമ്പെഴുന്നള്ളിക്കൽ ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയുമാണ്. അർത്തുങ്കൽ ബസലിക്ക ഇന്ന് ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു ദേവാലയമാണ്. പൈതൃകമായിട്ടുള്ള ഒത്തിരിയേറെ മഹത് സംഭവങ്ങൾ അർത്തുങ്കൽ ദേവാലയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. ദേവാലയത്തിൻ്റെ അകത്തളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 1581 വർഷക്കാലം പഴക്കമുള്ള ആദ്യ ദേവാലയത്തിന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി ഒത്തിരിയേറെ തീർത്ഥാടകരാണെന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായിട്ടൊക്കെ അർത്തുങ്കൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. പുതിയ പള്ളിക്ക് തൊട്ടുപിറകിലായി പഴയ ദേവാലയം അതേ മട്ടിൽ നിലനിർത്തിയിട്ടുണ്ട്. കാലത്തിന് ഇതിന്റെ ഭംഗിക്ക് കാര്യമായി മങ്ങലേൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രപ്പണി കൊണ്ട് മനോഹരമായ അൾത്താരയും വിശുദ്ധ രൂപങ്ങളും ഇപ്പോഴും പുതുമ നശിക്കാതെ നിലകൊള്ളുന്നു. വിശ്വാസികൾ പഴയ പള്ളിയിലും രൂപങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കാറുണ്ട്. അർത്തുങ്കൽ വിശുദ്ധ ആൻഡ്രോസിന്റെ മഹനീയമായ ഈ ദേവാലയത്തിന്റെ ചരിത്രം തേടി സഞ്ചരിച്ചാൽ പോർച്ചുഗീസ് ആഗമനത്തിന് വളരെ മുന്നുള്ള ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കും. പോർച്ചുഗീസ് ആധിപത്യത്തിന് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് അനേകം ക്രിസ്തീയ കുടുംബങ്ങൾ പാർത്തിരുന്നു. അന്നവർക്ക് ആരാധനയ്ക്കായി ഓലമേഞ്ഞ പ്രാർത്ഥനാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1567 സ്ഥലത്ത് പള്ളി സ്ഥാപിക്കാൻ അനുമതി നൽകിക്കൊണ്ട് കൊച്ചി രാജാവിന്റെ വിളംബരമുണ്ടാവുകയും തുടർന്ന് 1581 വടക്കോട്ട് ദർശനമായി മരവും ഓലയും കൊണ്ടൊരു പള്ളി പണിയപ്പെടുകയും ചെയ്തു. മുത്തേടത്ത് രാജാവിന്റെ സഹകരണവും പള്ളി നിർമ്മാണത്തിന് വളരെയേറെ സഹായകമായി ഭവിച്ചു. 16-ാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്ത് രേഖയിൽ കാണുന്ന പ്രകാരം സെന്റ് ആൻഡ്രൂസിന് സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം തദ്ദേശ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും സംഭാവനകൾ ധാരാളം സ്വീകരിച്ചുണ്ടാക്കിയതാണ്. ഇന്ന് കാണപ്പെടുന്ന ഈ മനോഹരമായ കരിങ്കൽ നിർമ്മിത അർത്തുങ്കൽ ദേവാലയത്തിന് മുമ്പ് പല കാലഘട്ടങ്ങളിലായി നിരവധി തവണ പള്ളിയിൽ പുനർനിർമ്മാണ പദ്ധതികൾ നടന്നിട്ടുണ്ട്. 1640 ദേവാലയം പടിഞ്ഞാറോട്ട് ദർശനമായി പുതുക്കിപ്പണിതതിനു ശേഷമാണ് 1647 ജനുവരി 10 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതിനോടനുബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശുദ്ധ തിരുസ്വരൂപം 1645 അർത്തുങ്കൽ ദേവാലയത്തിലെ കപ്പൽ മാർഗം ഇറ്റലിയിൽ നിന്നും എത്തിച്ചേർന്നത്. അത് ദേവാലയത്തിന്റെ അൾത്താരയുടെ വലതുഭാഗത്തായിട്ട് അത് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് മിഷണറിമാരുടെ ഭരണകാലത്ത് പാരീസിൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപവുമായി ഒരു കപ്പൽ ദക്ഷിണ പൂർവേഷ്യ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം ആ കപ്പൽ അർത്തുകുളങ്ങര എന്നറിയപ്പെട്ടിരുന്ന അർത്തുങ്കൽ പ്രദേശത്തിന്റെ പുറംകടലിലെത്തിയപ്പോൾ
കടൽക്ഷോഭ നിമിത്തം മുങ്ങിപ്പോകുമെന്ന മട്ടായി. കപ്പിത്താൻ ഈശ്വരനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കപ്പൽ സുരക്ഷിതമായി അടുപ്പിക്കുവാൻ സാധ്യമായ കരയിലുള്ള പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചുകൊള്ളാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ സുരക്ഷിതമായി കപ്പലെടുത്തത് അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസിന്റെ ദേവാലയ നടയിലായിരുന്നുവെന്നും അങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം ഇവിടെ എത്തിയതെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഏതായാലും ഈ സംഭവവും പ്രതിഷ്ഠയും പിൽക്കാലത്ത് അർത്തുങ്കലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുണ്ടായത്. അർത്തുങ്കൽ തിരുനാൾ ദിവസങ്ങളിൽ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി വിശ്വാസികൾ ഉയർത്തുന്ന അർത്തുങ്കൽ വെളുത്തച്ഛ രക്ഷിക്കണേ എന്ന ശരണം വിളിയാൽ സദാ മുഖരിതമാകും പള്ളി അന്തരീക്ഷം. അർത്തുങ്കൽ ദേവാലയത്തിൽ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളത്, ഇല്ലെങ്കിൽ ഇന്ന് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള അർത്തുങ്കൽ ദേവാലയത്തിലെ തിരുനാൾ തന്നെയാണ്. ജനുവരി മാസം 10-ാം തീയതി കൊടിയേറ്റ് 18-ാം തീയതി നട തുറക്കലോടെ 20-ാം തീയതി വിശ്വപ്രസിദ്ധമായിട്ടുള്ള പ്രദക്ഷിണത്തോടുകൂടെ 27-ാം തീയതി അവസാനിക്കുന്നതാണ് അർത്തുങ്കൽ ദേവാലയത്തിലെ തിരുനാൾ ദിനങ്ങൾ. 18-ാം തീയതി നടുതുറക്കലിന് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരുസ്വരൂപം പൊതുവണക്കത്തിനായിട്ടെടുക്കും. 27-ാം തീയതി വരെയാണ് ആ പൊതുവണക്കത്തിനായിട്ട് ആ രൂപം നമ്മൾ അണിയിച്ചൊരുക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് തീർത്ഥാടകരാണ് ലോകമെമ്പാടും നിന്നും ഇവിടെ എത്തിച്ചേരുവാനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം അത് അർത്തുങ്കൽ ദേവാലയത്തിൽ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകേണ്ട ഒന്ന് തന്നെയാണ്. ഒത്തിരിയേറെ പങ്കാളിത്തത്തോടെ പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന പ്രദക്ഷിണത്തിന് വേണ്ടി മുത്തുക്കുട നേർച്ചയും അമ്പുമ്പില്ലും നേർച്ചയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ്. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നർബോനയിൽ ജനിച്ചവനേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നർബോനയിൽ ജനിച്ചവനേ. പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റി തളർന്നവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ. രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പിന്നെ അർത്തുങ്കൽ ദേവാലയത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത മതസൗഹാർദ്ദം ഉണർത്തുന്ന ഒരു പൈതൃകമായിട്ടുള്ളൊരു സമ്പത്ത് തന്നെയാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. ഇന്നും ഒത്തിരിയേറെ അയ്യപ്പ ഭക്തർ ചരിത്ര പ്രാധാന്യത്തോടെ പൈതൃകമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അവരിപ്പോഴും ഈ അർത്തുങ്കൽ ദേവാലയത്തിൽ വന്ന് പഴയ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിന് മുൻപിലാണ് അവർ മാലയൂരുന്നത്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും അത് അയ്യപ്പ ഭക്തർ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തീർത്ഥാടകർ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്ന അർത്തുങ്കൽ ദേവാലയത്തിൽ 38 വർഷക്കാലം സേവനം ചെയ്ത ജക്കോമ ഫിനീഷ്യ എന്ന ഫോറിൻ പ്രീസ്റ്റ്, ഇറ്റാലിയൻ പ്രീസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കുഴിമാടവും പഴയ ദേവാലയത്തിൻ്റെ അൾത്താരയിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 1967 അർത്തുങ്കലിലെ പുതിയ ദേവാലയമായി കരിങ്കൽ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് തീർത്ഥാടകരുടെ
പ്രാർത്ഥനാ കേന്ദ്രമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഇടമായിട്ട് അർത്തുങ്കൽ ദേവാലയം ഇപ്പോഴും നിലകൊള്ളുന്നു. റോമായിലെ വിശുദ്ധ വേദസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് വിശുദ്ധരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായ വിശുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. പുരാതന പ്രസിദ്ധമായ അർത്തുങ്കൽ ദേവാലയം ഉൾപ്പെടെ കേരളത്തിലെ പല പള്ളികളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി അർത്തുങ്കലിന്റെ ചരിത്രത്തിൽ മഹത്തായ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ ഒന്നാണ് ദൈവദാസനായ ചാവറ കുര്യാക്കോസച്ചന്റെ വൈദിക പട്ടസ്വീകരണം. ആ മഹനീയ കർമ്മം നടന്നത് അർത്തുങ്കൽ പള്ളി അങ്കണത്തിൽ വെച്ചായിരുന്നു. കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1829 നവംബർ മാസം 29-ാം തീയതി അർത്തുങ്കലിലെ പഴയ ദേവാലയത്തിൻ്റെ അൾത്താരിൽ വെച്ചാണ് പൗരോഹിത്യപട്ടം സ്വീകരിച്ചത്. തുടർന്ന് കുറച്ചധികം കാലം അച്ഛൻ ഈ ദേവാലയത്തിൻ്റെ ഈ പള്ളിമേടയിൽ അച്ഛൻ താമസിച്ചിരുന്നു. അതിൻ്റെ തെളിവുകളും അച്ഛൻ താമസിച്ചിരുന്ന റൂമുകളും ഇപ്പോഴും അത് സംരക്ഷിക്കപ്പെടുകയും ഒരുപാട് തീർത്ഥാടകർ അത് കാണുന്നതിനും അവിടെ ഇരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇന്ത്യ അറിയപ്പെടുന്ന നവോത്ഥാന നായകനായിട്ട് നിൽക്കുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പൗരോഹിത്യപട്ടം സ്വീകരിച്ചതും അച്ഛൻ ആദ്യകാലങ്ങളിലേക്ക് പൗരോഹിത്യ ദിനങ്ങളിൽ താമസിച്ചതെല്ലാം അർത്തുങ്കൽ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ നാഴികകളിൽ ഇതും ഏറെ സ്വാധീനം ചെലുത്തുന്ന ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തെ നാടുവാഴിയായിരുന്ന മുത്തേടത്ത് രാജപരമ്പരയുടെ തലസ്ഥാന നഗരിയായിരുന്നു അർത്തുങ്കൽ. പഴയ അർത്തുങ്കലിന്റെ മുഖച്ഛായ മിക്കവാറും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം എല്ലാ തുറയിലും കാണുന്നു. ഇവിടെ പ്രത്യേകമായി ഒരു പ്രാർത്ഥനാ മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. അൾത്താരയോട് ചേർന്നാണിത്. വിശ്വാസികൾ ഇതിനകത്ത് കയറി നന്മയ്ക്കായി അപേക്ഷിക്കുന്നു. പരസ്പര വിശ്വാസവും സ്നേഹവും പങ്കിട്ട് അധ്വാനശീലരായ നാനാജാതി മതസ്ഥർ ഒത്തൊരുമയോടെ കഴിയുന്ന ദൈവ ചൈതന്യം നിറഞ്ഞ പുണ്യഭൂമി. അതാണ് അർത്തുങ്കൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. 1910 ശേഷമാണ് പുതിയ കരിങ്കൽ പള്ളിയുടെ അടിസ്ഥാനവും ബേസ്മെന്റും കെട്ടിത്തീർത്തത്. കരിങ്കല്ലുകൾ ഭംഗിയായി ചെത്തിമിനുക്കി വിദഗ്ധമായി പണി ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പുണ്യപള്ളിയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടതിനു ശേഷം 1967 ആഘോഷകരമായി ആശീർവദിക്കപ്പെട്ടു. ഇന്നിന്റെ വേദനകളും ഇന്നലകളുടെ നൊമ്പരങ്ങളും നാളെയുടെ പ്രതീക്ഷയും ഓരോരുത്തരും വിശുദ്ധന് മുന്നിൽ സമർപ്പിച്ച് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.